ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണ ശ്രമം. ഔദ്യോഗിക വസതിയിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിക്കിടയിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ്, എന്താണ് സംഭവിച്ചത്? അജീഷ്, റീജിത്ത്, ഈ ഡൽഹിയിൽ അധികാരത്തിലെത്തിയതിനു ശേഷം എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച ദിവസം ഈ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഈ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു പരിപാടിയായിരുന്നു ജൻ സുൻവായി. ആ ജനസമ്പർക്ക പരിപാടിയാണ്. ഔദ്യോഗിക വസതിയിലാണ് ഈ പരിപാടി നടത്തുന്നത്. ജനങ്ങൾ രാവിലെ തന്നെ ഈ വസതിയിലെത്തി അവരോട് നേരിട്ട് സംവദിക്കുന്നതാണ് ഈ പരിപാടി. ഇതിനിടയിലാണ് രേഖാ ഗുപ്തയ്ക്ക് നേരെ ഒരു ആക്രമണ ശ്രമം ഉണ്ടായത്. കൂടി നിന്ന ആളുകൾക്കിടയിൽ ഒരാൾ ആക്രമണം നടത്തി എന്നാണ് ഒരു പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കുന്നത്. അയാളെ തന്നെ പോലീസ് തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസും BJP അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തുകയും ചെയ്തു. അജീഷ്, ഈ മുഖ്യമന്ത്രിക്ക് വല്ലതും പറ്റിയോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ അജീഷ്? റിജിത്ത്, ഒരു പ്രാഥമിക വിവരം മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നുള്ളതടക്കമുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഒരു ആക്രമണ ശ്രമം ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്ന മുറയ്ക്ക് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെയാണ് ഈ ഔദ്യോഗിക വസതിയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിക്കിടെ ആക്രമണ ശ്രമം ഉണ്ടായത്.